ഒരു കൊച്ചു അനക്കമില്ലാതെ അച്ഛൻ്റെ കയ്യിലിരിക്കുകയാണ്. മെട്രോയിൽ ട്രെയിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൊച്ചിന് പെട്ടെന്ന് ഡൗൺ ആവുന്നത്, അനക്കമില്ലാണ്ട് വരുന്നത്. നീ ഒന്ന് ഇറങ്ങിയ ബ്ലോക്ക് വരാമെന്ന് പറഞ്ഞു. ഇവൻ ചാടി ഇറങ്ങി വണ്ടി മാറ്റിയപ്പോഴത്തേക്കും ആ വണ്ടി ഓഫായി പോയി. ലാസ്റ്റ് സിഗ്നലിൻ്റെ ഫ്രണ്ട് വരെ എത്തിയായിരുന്നു, പക്ഷേ അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റണ്ടായില്ല, മറ്റേ സിഗ്നൽ പോകണ കാരണമുണ്ട്. അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്നുള്ളത് 100% ഉറപ്പ്. ഞാൻ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടേ പിന്നെയാണ് കാഷ്വാലിറ്റിയുടെ അകത്തേക്ക് കയറിയുള്ളൂ. കയറിയ വഴി അച്ഛൻ കെട്ടിയാണ് പിടിച്ചിട്ട് വിടണ്ടായില്ല. നമസ്കാരം. രണ്ട് യുവാക്കളുടെ സംയോജിതമായ ഇടപെടലിൽ 1.5 വയസ്സുകാരിക്ക് പുനർജന്മം ലഭിച്ചിരിക്കുകയാണ്. ഇടുക്കി കട്ടപ്പന സ്വദേശിനിയായിട്ടുള്ള 1.5 വയസ്സുകാരി ആത്മിക എന്ന പെൺകുട്ടിക്കാണ് പെരുമ്പാവൂർ സ്വദേശികളായ ഷമീറിൻ്റെയും ഷാമോൻ്റെയും ഇടപെടലിൽ ജീവൻ തിരിച്ചു കിട്ടിയത്. ആത്മിക കുടുംബത്തോടൊപ്പം മെട്രോയിൽ സഞ്ചരിക്കുമ്പോൾ ശ്വാസതടസ്സമുണ്ടാകുകയും പിന്നീട് ഫിക്സ് വരികയും ചെയ്തു. അങ്ങനെ ബോധം നഷ്ടപ്പെട്ടു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി വാഹനം ബ്രേക്ക് ഡൗണായി. അപ്പോഴാണ് ഈ യുവാക്കൾ രണ്ടുപേരും അവിടെ എത്തി ഇവരെ സംയോജിതമായി ഇടപെട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ യുവാക്കൾ മറുനാടൊപ്പം ചേരുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ എറണാകുളം പോയി തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അപ്പോൾ പുളിഞ്ചോട് ജംഗ്ഷൻ എത്താറായപ്പോൾ ഒരു വണ്ടി ഭയങ്കരമായിട്ട് ഹോണടിച്ചുകൊണ്ട് വരുന്ന ബ്ലോക്കിലായിപ്പോയി. അപ്പോൾ തന്നെ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് ഇറങ്ങിയ ബ്ലോക്ക് വരാമെന്ന് പറഞ്ഞു. ഇവൻ ചാടി ഇറങ്ങി വണ്ടി മാറ്റിയപ്പോഴത്തേക്കും ആ വണ്ടി ഓഫായിപ്പോയി. ആ വണ്ടിയിൽ നിന്ന് കൂട്ടിക്കരച്ചിൽ കേട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു കൊച്ചു അനക്കമില്ലാതെ അച്ഛൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, സിഗ്നലിൽ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സിഗ്നൽ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു ഇവൻ്റെ അടുത്ത്. സിഗ്നൽ ബ്ലോക്ക് ചെയ്ത് ഞാൻ അവരെ വണ്ടി കയറ്റി ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ കൊച്ച് രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞതിൽ ഒരു സന്തോഷം. ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ സിഗ്നൽ മൊത്തം ബ്ലോക്കായിരുന്നു. അതിൻ്റെ കൂടെ അവർ എങ്ങനെയോ ലാസ്റ്റ് സിഗ്നലിൻ്റെ ഫ്രണ്ട് വരെ എത്തിയായിരുന്നു, പക്ഷേ അവർക്ക് ക്രോസ് ചെയ്യാൻ പറ്റണ്ടായില്ല, മറ്റേ സിഗ്നൽ പോകണ കാരണമുണ്ട്. പിന്നെ ഞങ്ങൾ കയറി വട്ടം നിന്ന് വണ്ടിയൊക്കെ തടുത്ത്, പക്ഷെ അപ്പോഴും എന്താണെന്നറിയില്ല, അവരെ വണ്ടി പെട്ടെന്ന് ഓഫായി പോയി. പിന്നെ സ്റ്റാർട്ടാവുണ്ടായില്ല. ടീനേജ് പിള്ളേരായിരുന്നു, അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഞങ്ങളിത് ചെറിയ കുഞ്ഞാണെന്നറിയണേ. 1 വയസ്സ് പോലും ഇല്ല, ചെറിയ കുഞ്ഞായിരുന്നു. ആ കണ്ടോടുകൂടി എല്ലാവർക്കും ടെൻഷനായി. പിന്നെ ഞങ്ങൾ വേഗം ഇവൻ വണ്ടി മൂവ് ചെയ്ത് അവർ കൊച്ചിൻ്റെ അച്ഛനും കൊച്ചിനെ കൊണ്ട് പിടിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറി അങ്ങനെ പിടിവിട്ട് പോയി. അങ്ങനെ വല്ലാത്തൊരു ഇതായിരുന്നു, ടെൻഷനായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് എല്ലാ കാര്യങ്ങൾക്കും 1/2-3 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത് അവർക്ക് എല്ലാ ആവശ്യമുള്ള അത്യാവശ്യം വേണ്ട ഞങ്ങളോട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു. വലിയ സന്തോഷം ഉണ്ടായിരുന്നത്. ഇത്രയും ഒരു ഇതിലൂടെ സംസാരിച്ചപ്പോൾ എന്താ മനസ്സിലാവുക? സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടേ പിന്നെയാണ് കാഷ്വാലിറ്റിയുടെ അകത്തേക്ക് കയറിയുള്ളൂ. കയറിയ വഴി അച്ഛൻ കെട്ടിയാണ് പിടിച്ചിട്ട് വിടണ്ടായില്ല. നമുക്ക് ഒരു ജീവൻ രക്ഷിച്ചതിൻ്റെ ഒരു ഭയങ്കര സംതൃപ്തി. ഇവര് ഇടുക്കിയിൽ നിന്ന് വന്നവർ, ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്ന 10-40 പേര് ഇവിടെ കറങ്ങാൻ വേണ്ടി വന്നാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മൊത്തത്തിൽ ഇവർ കറങ്ങി നടന്ന് ലാസ്റ്റ് മെട്രോ കയറാൻ ആഗ്രഹമായിട്ട് അങ്ങനെ കയറിയതാണ്. മെട്രോയിൽ ചേർന്നു സംഭവം. മെട്രോയിൽ ട്രെയിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൊച്ചിന് പെട്ടെന്ന് ഡൗൺ ആവുന്നത്, അനക്കമില്ലാണ്ട് വരുന്നത്. അങ്ങനെ അവർ അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി വെളിയിലേക്ക് വന്നപ്പോൾ കിട്ടിയ വണ്ടിക്ക് കൈ കാണിച്ച് അവർ കയറിയതാണ് ഈ വാൻ. ഈ കൊച്ചു 2-3 പിള്ളേരായിരുന്നു. അവർ എവിടെ ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റില്ല. അവരാണ് അവിടം വരെ എത്തിച്ചത്. അങ്ങനെയാണ് പിന്നെ സിഗ്നലിൽ ഒന്ന് ഓഫായി പോണത്. പുളിഞ്ചോട് ജംഗ്ഷൻ ഹോസ്പിറ്റലിൽ. പിന്നെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നോക്കിയപ്പോൾ മെട്രോയിലെ സെക്യൂരിറ്റി കൊച്ചിൻ്റെ കൂടെ ഉണ്ടായി. അവരതുവരെ ആ കൊച്ചിൻ്റെ പുറകെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മെട്രോയിലെ ഒരു ബായി ആയിരുന്നു. അങ്ങനെ അവന് അവിടെ നിന്ന് എല്ലാത്തിനും നിന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവന് ആകെ പകച്ച് നിൽക്കാറുന്നു. പുള്ളിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോഴാണ് ഈ ബായി പറയുന്നത്, ഇവൻ്റെ അടുത്ത് പറയണത് തിരിച്ചു പോകാൻ പൈസ ഇല്ല, ഒരു 20 രൂപ തരണമെന്ന് പറയുകയാണ്. അങ്ങനെ അത് കൊടുത്ത് ഞങ്ങൾ ഹാപ്പിയായി നല്ല ഇതായിട്ട് പിരിഞ്ഞത്. പിന്നെ റിനൈ മെഡിസിറ്റിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്ന് രാവിലെ ഞങ്ങൾ വിളിച്ചായിരുന്നു. ഒരാളുടെ നമ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ICUലാണ്, കൊച്ചു സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങളോട് നന്ദി പറയാൻ പറഞ്ഞു. നന്ദിയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യം നമ്മൾ ചെയ്തു, അത്രേ ഉള്ളൂ. നിങ്ങളെവിടെ പോയതായിരുന്നു? ഞങ്ങൾ ബിസിനസ് ആവശ്യാർത്ഥം പോയതാണ്. എറണാകുളത്ത് ഒരു പർച്ചേസിങ്ങിന് വേണ്ടി പോയതാണ്. തിരിച്ചു വന്ന വഴിയായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനൊരു സംഭവത്തിലേക്ക് പോയത്. രാത്രി ഒരു 7 മണി 7:30 മണി സമയത്ത്. അപ്പം ഈ വണ്ടി ഇറങ്ങിയിട്ട് ഈ കുട്ടിയുടെ അച്ഛനെയും കുട്ടിയും കൂടെ
ബൈക്കിൽ കയറി. ബൈക്കിൽ കൊച്ചിനെ എടുത്തിട്ട് അച്ഛൻ കയറി. അതിൻ്റെ പുറകിൽ അവരുടെ കൂടെ വേറൊരു ജ്യേഷ്ഠനായിട്ട് ഉണ്ടായി, അവനും ചാടി കയറി. 3 പേര് ആണ് ബൈക്കിൽ അള്ളി പിടിച്ചിരുന്ന്. എങ്ങനെ അവിടെ എത്തിയെന്ന് അറിയില്ല എന്നാണ് ഇവനും പറയുന്നത്. ഇവൻ ഓടിപ്പോയി വണ്ടി ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് പറഞ്ഞു അവരെ കയറ്റി നീ വിട്ടോ ഹോസ്പിറ്റലിലേക്ക്, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടു. അവിടെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കിയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്ന് ഇവനെ വിളിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെയാണ് ആ കൊച്ചിനൊരു അനക്കം വന്നത്. അപ്പോൾ അത് രക്ഷിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം. കൊച്ചിൻ്റെ അമ്മേനേക്കാൾ കൂടുതൽ ആ പയ്യനാണ് അച്ഛൻ. ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവൻ കൈയും കാലൊക്കെ വിറക്കാറുണ്ട്. അവൻ ഈ പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ട് വിടണ്ടായില്ല. എൻ്റെ ആണ് ഈ ഷോപ്പ്, റെഡിമെയ്ഡ് യൂണിഫോമിൻ്റെ ഒക്കെ വർക്കാണ് എനിക്ക്. ഇവന് ഞാൻ ഇൻ്റർനെറ്റിൻ്റെ വർക്കാണ്, കേബിൾ ടി വിയുടെ ഒക്കെ ആയിട്ട് അങ്ങനെ പോകണം. നെടുന്തോട് തന്നെ. എൻ്റെ വീട് തണ്ടേക്കാടാണ്. ഇവൻ ഷോപ്പ് നടത്തുന്നത് നെടുന്തോട്. ഇതിപ്പം ഈ ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് വൈറലായി. ആരെങ്കിലുമൊക്കെ വിളിച്ചതോ? ഒരുപാട് പേര് വിളിച്ച്. ഈ പറഞ്ഞ കേബിൾ ടിവിയുടെ പരിപാടി ആയതുകൊണ്ട് ഒരുപാട് കോൾ വന്നു. ഞാൻ ഓർത്ത് ഇനി വല്ല വേറെ പ്രശ്നങ്ങളാണോ എന്നോർത്ത് എന്നെടുത്ത് നോക്കിയപ്പോഴാണ് കൂട്ടുകാരന്മാരും എല്ലാവരുമാണ് വിളിച്ചേക്കണം. അവരൊക്കെ വിളിച്ചത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് വിളിച്ച്. ഒരു ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് സ്വയം ഒരു ഇത് തോന്നി, കോൺഫിഡൻസ് തോന്നി. ഒരു കുഞ്ഞിൻ്റെ കേസും കൂടിയാണല്ലോ. ഈ സംഭവം പുറം ലോകം അറിയുന്നത് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ റിയാസ് അലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയിട്ടാണ്. റിയാസ് അലി ആ സമയം ആശുപത്രിയിലുണ്ടായിരുന്നു. ഞാൻ ഭാര്യയ്ക്ക് ഛർദിലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു കാരത്തൂരിൽ. അവിടെ ട്രിപ്പ് ഇടുന്ന ആ സമയത്താണ് ഇതുപോലെ ഒരു ബൈക്കിൽ അവർ രണ്ടുപേരും കൊച്ചിനെ സെൻട്രലിൽ എത്തിക്കൊണ്ട് അനക്കമില്ലാത്തൊരവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്നുള്ളത് 100% ഉറപ്പ്. കാരണം യാത്രക്കാരായിട്ടുള്ളവർ അങ്ങനെ ഒരു നിലവിളിയായിട്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, അത് നമ്മൾ പൊതുസമൂഹത്തോട് ഒന്ന് വിളിച്ചു പറയണമെന്ന് തോന്നിയതിൻ്റെ പേരിൽ അപ്പം തന്നെ ഫോട്ടോ എടുത്തിട്ട് പിന്നീട് ഞാൻ ഫ്രീ ആയ സമയത്ത് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. നമ്മൾ ഒട്ടനവധി വാർത്തകളൊക്കെ കേൾക്കാറുണ്ടല്ലോ. ആരും ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ അപകട അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് പലരും മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ അവരുടെ ആവശ്യം വരെ മാറ്റിവെച്ചിട്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചില്ലേ, അതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതാണ് സംഭവം. ഓക്കെ. എന്തായാലും സംയോജിതമായി ഇടപെട്ട ഷമീറിനും ഷാമുവിനും നാടൊട്ടുക്ക് നിന്നും അഭിനന്ദന പ്രവാഹമാണ്. ആ കൃത്യസമയത്ത് അവർ ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുവാനായി ശ്രമിച്ചു. അതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞത്. ആശുപത്രിയിലെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം എറണാകുളത്തെ റെനെ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ ICUവിലാണ് കുട്ടി ഇപ്പോൾ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് വാർഡിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില കുഴപ്പമില്ലാതെ തുടരുകയാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.